الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ലജ്നത്തുൽ മുഹമ്മദിയ 100 വർഷം പിന്നിട്ട ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുള്ള ഈ വിദ്യാഭ്യാസ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും സദസ്സിലെ സഹൃദയരായ മറ്റെല്ലാ വ്യക്തികൾക്കും സംഘടനയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുവാൻ അതിയായ സന്തോഷമാണുള്ളത്. 1914 ആരംഭിച്ച മഹത്തായ ഒരു സംഘടനയാണ് ലജ്നത്തുൽ മുഹമ്മദിയ. പ്രധാനമായും മുസ്ലിം സമൂഹത്തിലെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയ്ക്ക് ഒരു പരിഹാരം കാണണമെന്നുള്ളതായിരുന്നു സ്ഥാപന കാലഘട്ടത്തിലെ സംഘടനയുടെ മൗലികമായ ലക്ഷ്യം. അത്തരത്തിലുള്ള ഒരു ലക്ഷ്യം സ്വീകരിക്കുന്നതിന് സംഘടനയ്ക്ക് പ്രേരണയായത് അന്നത്തെ സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ നിലയിലെ ശോചനീയമായ അവസ്ഥയായിരുന്നു. പൊതുവിദ്യാഭ്യാസത്തിൽ ആ കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹം ഏറെ പിന്നോക്കമായിരുന്നു. അതിൻ്റെ ഫലമായി ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിൽ നിന്നും അവർ പ്രാന്തവൽക്കരിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു. മാത്രമല്ല ഭരണ മേഖലയിൽ ഒരു പ്രാതിനിധ്യവും മുസ്ലിം സമൂഹത്തിന് ഇല്ലാതായിത്തീർന്നു. ഈ അപജയത്തിൽ നിന്ന് സമുദായത്തെ കരകയറ്റേണ്ടത് ഒരു കടമയായി കരുതിയ നമ്മുടെ പൂർവസൂരികളാണ് ഈ ഒരു വിദ്യാഭ്യാസ ലക്ഷ്യം മൗലികമായി സ്വീകരിക്കാൻ സംഘത്തെ പ്രേരിപ്പിച്ചത്. അങ്ങനെ ലജ്നത്തുൽ മുഹമ്മദിയ അതിൻ്റെ ആരംഭഘട്ടത്തിൽ ആരംഭിച്ചതാണ് കളക്ട്രേറ്റിന് കിഴക്കുവശമായി സ്ഥിതി ചെയ്യുന്ന ലജ്നത്തിലെ പ്രൈമറി സ്കൂൾ. ആ പ്രൈമറി സ്കൂൾ കാലാന്തരത്തിൽ സംഘം സറണ്ടർ ചെയ്യുകയുണ്ടായി. തുടർന്ന് സംഘത്തിൻ്റെ അന്നത്തെ സാരഥികൾ അന്ന് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ശ്രീമൂലം തിരുനാൾ മഹാരാജാവിനോട് നടത്തിയ നിവേദനത്തിൻ്റെ ഫലമായിട്ടാണ് ഗവൺമെന്റ് ഇംഗ്ലീഷ് ഹൈസ്കൂൾ ഫോർ മുഹമ്മഡൻസ് എന്ന വിദ്യാസ്ഥാപനം ഉണ്ടായിത്തീരുന്നത്. ആദ്യഘട്ടത്തിൽ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് മാത്രമായിരുന്നു ഈ സ്ഥാപനത്തിൽ പ്രവേശനാനുമതി ഉണ്ടായിരുന്നത്. അതിൻ്റെ കാരണം മുസ്ലിങ്ങളുടെ ഏറ്റവും പിന്നോക്കപരമായ വിദ്യാഭ്യാസ നിലയായിരുന്നു. അവരെ ആ പതനത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് അവർക്ക് മാത്രമായി ഒരു വിദ്യാസ്ഥാപനം അവിടെ ഉണ്ടാകുകയാണ് ഉണ്ടായത്. ആ കാലഘട്ടത്തിൽ ആ വിദ്യാസ്ഥാപനം തുടങ്ങിയ കാലം മുതൽ അതിൻ്റെ കനക ജൂബിലി ആഘോഷിക്കുന്ന ഘട്ടം വരെ ലജ്നത്തുൽ മുഹമ്മദിയയുടെ പരിലാളനങ്ങൾ ഏറ്റുവാങ്ങിയാണ് ആ പ്രസ്ഥാനം വളർന്നത്.
ആ വിദ്യാസ്ഥാപനത്തിൻ്റെ വികാസ പരിണാമങ്ങളിൽ ലജനത്തിൻ്റെ പങ്ക് വളരെ വിലപ്പെട്ടതായിരുന്നു. ഫലത്തിൽ ഔപചാരികമായി ഗവൺമെൻറ്റിൻ്റേതായിരുന്നു ആ ഹൈസ്കൂളെങ്കിലും ഫലത്തിൽ ആ സ്കൂളിൻ്റെ ലോക്കൽ ഗാർഡിയൻ എന്നുള്ള പദവിയാണ് ലജനത്തുൽ മുഹമ്മദിയയ്ക്ക് ഉണ്ടായിരുന്നത്. അതായത് ആ സ്കൂളിൽ വിദ്യാർത്ഥികളെ ചേർക്കുന്നതിലും അവർക്കാവശ്യമായ എല്ലാവിധ സഹായങ്ങൾ ചെയ്യുന്നതിലും ലജനത്തുൽ മുഹമ്മദിയ നിതാന്തമായ ജാഗ്രത പുലർത്തിയിരുന്നു. വിദ്യാർത്ഥികൾക്ക് വസ്ത്രം, ഭക്ഷണം, പഠനോപകരണങ്ങൾ എന്നിവ സൗജന്യമായി നൽകുക മാത്രമല്ല, അവരുടെ രക്ഷാകർത്താക്കൾക്ക് ആവശ്യമായ ജോലിയും അന്നത്തെ സംഘത്തിൻ്റെ ഭാരവാഹികളുടെ വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങളിൽ നൽകുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ പരമാവധി പ്രോത്സാഹനം നൽകിയാണ് മുസ്ലിം വിദ്യാർത്ഥികളെ ആ സ്കൂളിൽ ചേർക്കുന്നതിനും അവർക്കാവശ്യമായ പ്രോത്സാഹനം നൽകുന്നതിനും സംഘം ശ്രമിച്ചിരുന്നു. കാലാന്തരത്തിൽ പള്ളിക്കൂടം ഉൾക്കൊള്ളുന്ന ആ കെട്ടിട സൗകര്യത്തിന് അനുസൃതമായി വിദ്യാർത്ഥികൾ ലഭിക്കാതെ വന്ന സാഹചര്യത്തിൽ സംഘത്തിൻ്റെ തന്നെ നിവേദനം മാനിച്ച് എല്ലാ വിഭാഗം കുട്ടികൾക്കും അവിടെ അഡ്മിഷൻ നൽകുകയാണ് ഉണ്ടായത്. സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഡോക്ടർ ഷീന ഷുക്കൂർ അവരുകളാണ്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ പ്രോ വൈസ് ചാൻസലർ. വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നതമായ നില വെച്ചുപുലർത്തുന്ന അവർ ഈ സമ്മേളനത്തിൻ്റെ മഹത്തായ ഉദ്ഘാടനം നിർവഹിക്കുവാൻ എത്തിച്ചേർന്നതിൽ അവരെ ഈ സമ്മേളനത്തിൻ്റെ പേരിൽ ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. സമ്മേളനത്തിൽ ആശംസകൾ അർപ്പിക്കുന്നതിന് ജനാബ് എസ്.എം. ഷരീഫ്, ജനാബ് ടി എ മഹബൂബ്, ജോയിന്റ് സെക്രട്ടറിമാരായ മുഹമ്മദിയ, അതായത് മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസപരമായ ഉന്നമനത്തിന് വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ലജനത്തുൽ മുഹമ്മദിയ സ്കൂളിലൂടെ ആരംഭിച്ചത്. കാരണം അന്നത്തെ 100 വർഷങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം, നമ്മുടെ പിന്നോക്ക സമുദായമായിരുന്നു, വിദ്യാഭ്യാസത്തിൽ പിന്നോക്കം നിൽക്കുമായിരുന്നു. അന്നത്തെ ആ അവസരത്തിലൊക്കെ തന്നെ പെൺകുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നത് തന്നെ മോശമായി കരുതിയിരുന്നൊരു സമുദായമായിരുന്നു നമുക്ക് ഏവർക്കും അറിയാം. 10-13 വയസ്സ് പ്രായമാകുമ്പോൾ തന്നെ അവരെ വിവാഹം കഴിച്ച് അയപ്പിക്കുക എന്നുള്ള കടമയാണ് മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്നും വ്യത്യസ്തമായി ആ കുട്ടികളെ നമ്മളെ എങ്ങനെ സമുദായത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വിദ്യാഭ്യാസത്തിലൂടെ പരിഷ്കരിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ ഈ ലജനത്തുൽ മുഹമ്മദിയ തയ്യാറായി എന്നുള്ളത് നമുക്ക് വളരെയേറെ അഭിമാനിക്കാവുന്ന കാര്യമാണ്. അന്ന് മുസ്ലിം കുട്ടികളെ മാത്രമാണ് ഇവിടെ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ പട്ടണത്തിൻ്റെ എല്ലാ ജില്ലയിൽ തന്നെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ഹയർ സെക്കൻഡറിയിൽ നമ്മൾ ഏകജാലകം വന്നപ്പോൾ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിവിധ സംസ്കാരമുള്ള വിവിധ മതസ്ഥരായ കുട്ടികളിവിടെ എത്തിച്ചേരും. അവരെല്ലാം തന്നെ നല്ല രീതിയിൽ ഗുണമേന്മയുള്ള ഒരു വിദ്യാഭ്യാസം, അതിന് പ്രത്യേകിച്ച് വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭാഷയും കണക്കും ശാസ്ത്രമൊക്കെ പഠിക്കുകയല്ല, അതിനേക്കാൾ ഉപരി അവർ സമൂഹത്തിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്, ജീവിക്കേണ്ടത്, സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി പെരുമാറുക എന്നെല്ലാം അവരെ മനസ്സിലാക്കി അച്ചടിട്ട് വാർത്തുകൊണ്ട് ഈ ഹയർ സെക്കൻഡറി കഴിയുമ്പോൾ അവർ നമ്മുടെ സമൂഹത്തിലേക്ക് ഇറക്കി വിടുന്ന തരത്തിലേക്ക് ഇത് മാറ്റിയെടുക്കാനായിട്ട് ഇന്നത്തെ ലജനത്തുൽ മുഹമ്മദിയയുടെ നേതൃത്വത്തിലുള്ള സ്കൂൾ മാനേജ്മെൻറ്റിന് സാധിച്ചു എന്നുള്ളത് അത്ഭുതകരമാണ്. അപ്പം നമുക്കറിയാം, വിവിധ തരത്തിലുള്ള വിദ്യാഭ്യാസപരമായിട്ട് ഏതെല്ലാം പരിപാടികളാണ് ഒരു സ്കൂൾ തലത്തിൽ നടപ്പിലാക്കേണ്ടത്, അതെല്ലാം തന്നെ മറ്റ് സ്കൂളുകളിൽ നടപ്പിലാക്കുന്നതിനേക്കാൾ ഉപരി നല്ല ഉത്തരവാദിത്വത്തോടുകൂടി ഇവിടെ നടത്തി വരികയാണ്. അപ്പോൾ അതിലേക്കായിട്ട് ഇപ്പം നമുക്കറിയാം, ഇവിടെ ഇല്ലാത്തൊന്നുമില്ല. സ്കൗട്ട്, ഗൈഡ്സ്, സ്റ്റുഡൻസ്, പോലീസ്
അതുപോലെ NSS, അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലൂടെ ഒരു കുട്ടിയുടെ വിവിധ കഴിവുകളെ കണ്ടുപിടിച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വളർത്തിയെടുത്തി പക്വതയിലെത്തിക്കുന്ന ഒരു സ്ഥാനം. അതിൻ്റെ 100ാം വാർഷികമാണ്. നമുക്ക് ഏറെ അഭിമാനിക്കാം. ഇതിൻ്റെ എല്ലാം തന്നെ മാനേജ്മെൻറ്റിൻ്റെ അംഗങ്ങളെല്ലാം തന്നെ നമുക്കറിയാം. ഇവിടെ ഈ പ്രദേശത്തുള്ള മുസ്ലിം സഹോദരങ്ങൾ അവരെല്ലാം തന്നെ വിദ്യാസമ്പന്നരാണ്. അവരുടെ എല്ലാവരുടെയും കൂടെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ ഉള്ളത്. ഇവിടെയുള്ള അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം തന്നെ നമുക്കറിയാം, അവരുടെ അധ്യാപനം ഒരു ജീവിതമാർഗമായി മാത്രം കരുതാതെ ഇത് നമ്മുടെ കടമയാണ്. നമ്മുടെ സമുദായം അതുപോലെ മറ്റ് സമുദായത്തിലുള്ള കുട്ടികളെ നല്ല രീതിയിൽ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് അവരെ പ്രാപ്തരാക്കി എടുത്തുകൊണ്ട് അവരുടെ ഭാവി സുരക്ഷിതമാക്കി കൊണ്ടുപോവുക എന്നുള്ളതാണ് ഈ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം. അതിൻ്റെ മഹത്വം നമുക്കിന്നറിയാൻ സാധിക്കുന്നുണ്ട്. ഞാൻ മിക്കവാറും തന്നെ ഇവിടെയുള്ള എല്ലാ പരിപാടികൾക്കും വരാറുണ്ട്. ചില സ്ഥലങ്ങളിൽ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലേക്കാണ് ഇന്നത്തെ മാതാപിതാക്കൾ കുട്ടികളെയും കൊണ്ട് ഓടുന്നതെന്ന് നമുക്കറിയാം. CBSE സിലബസ് അതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്കറിയാം ഇവിടെ യാതൊരു സ്ട്രെങ്തിൻ്റെയും കുറവുമില്ല. നിറച്ച് വിദ്യാർത്ഥികളാണ്. അഡ്മിഷന് വേണ്ടി കുറേ നടക്കുകയാണ് നമ്മൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന്. അതായത് അത്രയും നല്ല ജനങ്ങളെ മാതാപിതാക്കളെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ്, ഒരു വിദ്യാഭ്യാസമാണ് ഇവിടെ കാഴ്ചവെക്കുന്നത്. നല്ല റിസൾട്ടും സമ്പാദിക്കാനുള്ള സാധിച്ചിട്ടുണ്ട്. അങ്ങനെ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് നമ്മളുടെ ഇന്ന് നമുക്കറിയാം നമ്മുടെ സമുദായത്തിൽ വളരെയേറെ കൂടുതൽ പെൺകുട്ടികൾ വിദ്യാസമ്പന്നരാക്കി മാറ്റുവാൻ ഈ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്ത് എവിടെയായത് വീട്ടിലാണ് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാത്തത്? അവർ നല്ല ഡിഗ്രിയും കഴിഞ്ഞ് PG കഴിഞ്ഞ് പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് പോയി എല്ലാ തലങ്ങളിലും ഉദ്യോഗസ്ഥരായിട്ട് മാറിയിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്കിന്ന് കാണാറുള്ളത്. അത്രയേറെ മുസ്ലിം സമുദായത്തെ സംസ്കാര സമ്പന്നതയിലേക്കും വിദ്യാഭ്യാസപരമായിട്ട് മുന്നോക്കം കൊണ്ടുവരുന്നതിന് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനത്തിന് ഇതിൽ വിദ്യ അഭ്യസിക്കുന്ന വിവിധ മതസ്ഥരായിട്ടുള്ള രക്ഷിതാക്കളും കുട്ടികളും വരും. അപ്പോൾ ഇവർക്കെല്ലാം തന്നെ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് ഭാവി തലമുറയെ വാർത്തെടുക്കുന്ന ഈ വിദ്യാലയം നാൾക്ക് നാൾ പുരോഗതിയിലേക്ക് 100 വർഷം കൊണ്ട് കുതിച്ചുചാട്ടമാണ് ഉണ്ടായതെങ്കിൽ ഇനിയും വരും കാലങ്ങളിൽ ഇതിലും നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ ഈ സ്ഥാപനത്തിനും ഈ ലജനത്തിനും മുഹമ്മദിയയ്ക്കും മാനേജ്മെൻറ്റിനും സാധിക്കും എന്നുള്ളത് നമുക്ക് സംശയമില്ലാത്ത കാര്യമാണ്. ഇവിടെ ഈ 100 വർഷം പിന്നിട്ട ഇത്രയും വികസനം നല്ല രീതിയിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ള ഈ സ്കൂളിന് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്കൂൾ മാനേജ്മെൻറ്റിനും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും എല്ലാ വിധത്തിലുള്ള കുട്ടികൾക്കും എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഭാവിയിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. രചനത്തിനെ സംബന്ധിച്ച് അറിയാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ 100 വർഷങ്ങളും എഡ്യൂക്കേഷൻ്റെ കോസിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു സേവന സന്നദ്ധ സംഘടനയാണ്. തുടങ്ങുന്ന കാലത്ത് ഒരുപക്ഷെ വിദ്യാഭ്യാസം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, വിദ്യാഭ്യാസത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് പണ്ട് ചർച്ച് മതപരമായിട്ടുള്ള വിദ്യാഭ്യാസമായിരുന്നു. ചർച്ചോ അല്ലെങ്കിൽ മദ്രസയോ അതല്ലെങ്കിൽ ഗുരുകുല സമ്പ്രദായം, അങ്ങനെ മതവുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. പിന്നീട് ഫ്രഞ്ച് വിപ്ലവവും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഓരോ സ്റ്റേറ്റിൻ്റെ ഭരണകൂടങ്ങളുടെ ഉത്തരവാദിത്വമായി വിദ്യാഭ്യാസം, അങ്ങനെ ഫോർമൽ എഡ്യൂക്കേഷനുള്ള സാധ്യതകൾ വന്നു. പക്ഷെ കേരളത്തെ സംബന്ധിച്ച് 1990കളിൽ വിദ്യാഭ്യാസം ഏറ്റവും വലിയ ത്രെട്ട് നേരിടുന്നു. കാരണം ആഗോളവൽക്കരണം വന്നു എന്ന് പറഞ്ഞ് വലിയ പ്രശ്നമായിരുന്നു. ഇനി ഭരണകൂടങ്ങളൊന്നും ചെയ്യില്ല, സ്റ്റേറ്റ് ഒന്നും ചെയ്യില്ല, അന്നതാനെല്ലാം ചെയ്യണം എന്നുള്ള. ആ സമയത്തും ഇതുപോലത്തെ ട്രസ്റ്റുകൾ, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ്, സന്നദ്ധ സംഘടനകളൊക്കെ ഒരുപാട് വിദ്യാഭ്യാസത്തിന് വേണ്ടി നിലകൊള്ളുന്നു. 2
തരത്തിലുള്ള ചലഞ്ചസ്, വെല്ലുവിളികളാണ് അവർ നേരിട്ടത്. ഒന്ന്, അവരുടെ നിലനിൽപ്പ്. രണ്ട്, ആഗോളവൽക്കരണത്തിൽ ഭരണകൂടങ്ങളുടെ റോള്, ഈ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനുകളുടെ റോള് എന്താണെന്ന് തിരിച്ചറിയുന്നത്, അത് സൊസൈറ്റിയിലേക്ക് പകർന്നു കൊടുക്കുന്നത്, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. പക്ഷേ ഈ ആശങ്കകൾ ഗ്ലോബലൈസേഷൻ കൊണ്ടുണ്ടായിട്ടുള്ള അന്ന് എല്ലാവരും വേവലാതി കൊണ്ട ആ ആശങ്കകൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. അത് വളരെ ഇറലവൻ്റ് ആയിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് നമ്മൾ 2000 തുടക്കം മുതൽ കണ്ടുവരുന്നത്. 2002 ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ട് വന്നു. അതിൽ റിസർച്ച്, എഡ്യൂക്കേഷനൊക്കെ ഫ്രീ ആയിട്ട് ആക്സസ് കൊടുക്കുന്ന ഒരു സംവിധാനം നമ്മൾ കണ്ടു. അതാണ് ആദ്യത്തെ ഒരു സ്റ്റെപ്പ്. പിന്നീട് റൈറ്റ് ടു എഡ്യൂക്കേഷൻ വന്നു, പിന്നെ റൈറ്റ് ടു ഇൻഫോർമേഷൻ വന്നു. അതിനു മുമ്പ് ഇപ്പോൾ ഫുഡ് സെക്യൂരിറ്റി വന്നിരിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് പ്രത്യേകമായ ന്യൂട്രീഷ്യസ് ഫുഡ് അളവിനും പാകത്തിനും കൊടുത്ത് അവരെ പ്രബുദ്ധരാക്കണം, ആരോഗ്യവാന്മാരാക്കണം എന്ന് പറയുന്നു. അങ്ങനെ എല്ലാ കാര്യത്തിലും സ്റ്റേറ്റ് ഭരണകൂടങ്ങൾ അവരുടെ ഉത്തരവാദിത്തങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നിലകൊള്ളുന്ന ഒരു സംവിധാനം. അപ്പോൾ എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും അവരുടെ റോളുകൾ ചെയ്യും. അതുപോലെ തന്നെ ജുഡീഷ്യറിയും എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള അല്ല. അപ്പോൾ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായി കഴിഞ്ഞു. നമ്മളെ സംബന്ധിച്ച് നിയമങ്ങളുണ്ട്, ജുഡീഷ്യറിയുടെ സഹായങ്ങളുണ്ട്, ലെജിസ്ലേച്ചർ അതാത് സമയത്ത് നിയമങ്ങളും അതിൻ്റെ നടപ്പിലാക്കാനായിട്ട് എക്സിക്യൂട്ടീവും എല്ലാവരും ഉണ്ട്, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ, സന്നദ്ധ സംഘടനകളല്ല. പക്ഷേ സൊസൈറ്റി നേരിടുന്ന ത്രെട്ട് എഡ്യൂക്കേഷനെ സംബന്ധിച്ച് വളരെ വലുതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ആഗോളവൽക്കരണം വന്നു കഴിഞ്ഞാൽ ഈ ഗ്ലോബൽ എഡ്യൂക്കേഷൻ നോക്കുമ്പോൾ കേരളത്തിലെ എഡ്യൂക്കേഷനെ സംബന്ധിച്ച് ഞങ്ങളൊക്കെ ഈ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഞങ്ങളൊക്കെ വളരെ ഉത്കണ്ഠാകുലരാണ്. അപ്രിഹെൻഷൻസ് ധാരാളമായിട്ടുണ്ട്. ഇവിടെ നമ്മൾ സാധാരണ പറയുന്നത് ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിൽ ഒരു കുട്ടി പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ആ കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിയുടെ ഇപ്പോൾ BA കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം അതിന് ചേർന്നു, അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസിന് ചേർന്നാൽ അവർ പഠിക്കുന്നത് ആ സിലബസിലുള്ളതാണ്. പഠിച്ചു, ക്ലാസ് മുറിയിൽ പോയിരുന്നു, പഠിക്കുന്നു, പരീക്ഷ എഴുതുന്നു, റിസൾട്ട് വരുന്നു, വാങ്ങുന്നു, പോകുന്നു. പക്ഷേ ഇതല്ല പഠനം. എഡ്യൂക്കേഷൻ ഇന്നത്തെ കാലത്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ കരിക്കുലം ഒന്നായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു വലിയ സംവിധാനമുണ്ട്. ആ കരിക്കുലം ഡിഫൈൻ ചെയ്ത് കരിക്കുലം ഉൾക്കൊണ്ടുകൊണ്ട് പോയെങ്കിൽ മാത്രമേ ഈ ഏത് കോഴ്സിനും ഒരു പ്രസക്തിയുള്ളൂ. ഇപ്പം 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും കഴിഞ്ഞ് വരുന്നവർ ഹയർ എഡ്യൂക്കേഷനെ കുറിച്ച് ആലോചിക്കുമ്പോൾ 10ലും 12ലും ഒരുപാട് ലിങ്കുകൾ മിസ്സായിട്ടുണ്ട്, മിസ്സിംഗ് ലിങ്ക്സ് ഉണ്ട്. അതിനെ പറയുന്നത് ഇന്നത്തെ ടീച്ചേഴ്സ് കുട്ടികളുടെ മേൽ ഒരു കമാൻഡും ഇല്ലാത്തവരായിരുന്നുള്ളതാണ്. അവരുടെ ഒരുപാട് പ്രശ്നത്തിൽ അവരുടെ എക്സിസ്റ്റൻസ്, അവരുടെ ടീച്ചർമാരുടെ ബുദ്ധിമുട്ടുകൾ, അവരുടെ ലീവ്, അവരുടെ ശമ്പളം, അവരുടെ ഹയർ സ്റ്റഡീസിന് അവർക്കുള്ള ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ പല ത്രെട്ടിൽ. അതിൻ്റെ അപ്പുറത്ത് മാനേജ്മെൻറ്റിൻ്റെ ചിന്ത, പ്രിൻസിപ്പളുടെ ഗൈഡ് ലൈൻസ്, കുട്ടികളുടെ PTA-യുടെയും കുട്ടികളുടെ പേരൻസിൻ്റെയും ശിക്ഷ, ഇത്രയെല്ലാം കൂടി സഹിച്ചിട്ടാണ് അവർ ക്ലാസ്സിൽ വരുന്നത്. ആ സമയത്ത് ക്ലാസ്സിൽ ഈ ഇടയ്ക്ക് ലിങ്ക് റിപ്പോർട്ട് ചെയ്തു. ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർ കുട്ടിയെ വിളിച്ചിട്ട് എന്തെങ്കിലും നമ്മൾ ഗുരുതരമെന്ന് പറയില്ല, എന്തെങ്കിലും തെറ്റ് ചെയ്യുന്ന കുട്ടിയെ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ഹീറോ ആയി. ടീച്ചർ വിൽ ബി ദ മോസ്റ്റ് അൺപോപ്പുലർ. ടീച്ചർക്ക് കുട്ടികളോട് ശാസിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ. ഇതിനെ മറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ എൻ്റെ ഒരു സെൽഫ് ഇൻട്രോസ്പെക്ഷൻ കൂട്ടാം. അവിടെ ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം, ക്ലാസ് മുറി എന്നൊക്കെ പറയുന്നത് ഞാൻ ഈ പറഞ്ഞ കരിക്കുലത്തിൻ്റെ അകത്ത് വരുമ്പോൾ അവിടെ സിലബസിനപ്പുറത്ത് ഒരുപാട് ഫാക്ടേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിലൊന്ന് ടീച്ചേഴ്സിൻ്റെ ക്വാളിറ്റിയാണ്. ടീച്ചേഴ്സിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ ക്വാളിഫിക്കേഷൻ അല്ല, അതൊരു ഘടകമാണ്. പക്ഷെ ക്വാളിഫിക്കേഷൻ അപ്പുറത്ത് അവർ ഹൗ ആം ഐ ഗോയിങ് ടു പ്രസന്റ് ബിഫോർ മൈ സ്റ്റുഡൻസ്, അതിൻ്റെ വലിയ ഘടകം എന്ന് പറയുന്നത് അവർ പഠിച്ചത് എങ്ങനെ അവർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ പോലെ പണ്ട് സാധാരണ ടീച്ചേഴ്സിനെ കുറിച്ച് പറയാൻ അവർ പഠിച്ചൊന്നും മറക്കുകയില്ല, പുതിയതൊന്നും പഠിക്കുകയില്ല. പക്ഷേ ആ കാലം പോയി, അത് മാറണം. അത് മാറുമ്പോൾ നമ്മൾ പിന്നെ വേറൊരു കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഞാൻ പഠിച്ചത് ഞാൻ എങ്ങനെ ഉപയോഗിക്കുന്നു. എൻ്റെ ടീച്ചർമാരോ എൻ്റെ സ്ഥാപനമോ ഞാൻ പഠിച്ചിരുന്ന സ്ഥാപനമോ എനിക്ക് നൽകാത്തത് എന്തോ അല്ലെങ്കിൽ നൽകേണ്ടിയിരുന്നത് എന്തോ അത് ഞാൻ എൻ്റെ കുട്ടികളിലേക്ക് ട്രാൻസ്പയർ ചെയ്യുന്നുണ്ട്, ഇമ്പാർട്ട് ചെയ്യുന്നുണ്ട് എന്ന് ടീച്ചേഴ്സ് ഉറപ്പുവരുത്തണം. അങ്ങനെയാണ് ടീച്ചർ സ്വയം കുട്ടികളുടെ മുമ്പിൽ പ്രസന്റ് ആവുന്നത്. അപ്പം അല്ലെങ്കിൽ ടീച്ചർ പറയുമ്പോൾ കുട്ടികളെല്ലാവരും കൂടെ ഗ്രൂപ്പ് ആവും, ടീച്ചർക്കെതിരെ തിരിയും. ബിക്കോസ് ടീച്ചറുടെ മിനിമം ക്വാളിഫിക്കേഷൻ വെച്ച് യാതൊരു തരത്തിലുള്ള പ്രോആക്റ്റീവ്നെസ്സും ഇല്ലാതെ കുട്ടികളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യപ്പെടുകയാണ്.
ഇവിടെ ഈ ക്രൈസിസ് ഒന്ന് അഡ്രസ്സ് ചെയ്യണം. അതാണ് കരിക്കുലത്തിൽ ഒന്ന്. രണ്ടാമത്തത് പേരൻസും കുട്ടികളും തമ്മിൽ. കുട്ടികളെ 4-5 ഗ്രൂപ്പായിട്ടാണ് വിദ്യാർത്ഥികൾ തിരിച്ചിരിക്കുന്നത്. 7 വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ ഡോളി ഇൻകപ്പാക്സ് എന്ന് പറഞ്ഞാൽ ഒന്നും അവർ ചെയ്യുന്നത് അവരല്ല ചെയ്യുന്നത്. 7 തൊട്ട് 11 വരെ ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. 11 തൊട്ട് 16 വരെ അവർ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ ബേസ് ഫണ്ടമെൻ്റൽസ് പാകപ്പെടുത്തുന്ന സമയമാണ്. അത് കഴിയുമ്പോഴാണ് അവർ പിന്നെ ടീനേജും കഴിഞ്ഞ് ഒരു കംപ്ലീറ്റ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എത്തുന്നത്. അപ്പം ഈ സമയത്തൊക്കെ ഈ ടീച്ചർമാരുടെ കൈകളിലൂടെയാണ് കുട്ടികൾ കടന്നു പോകുന്നത്. അവിടെ ടീച്ചേഴ്സിൻ്റെ ഡ്രസ്സിങ്, ടീച്ചേഴ്സിൻ്റെ ഈവൻ ടീച്ചർ മുടി ചെയ്യുന്നത് ഇഷ്ടപ്പെടാത്ത കുട്ടികളുണ്ട്. നിങ്ങൾ സൈക്കോളജിക്കലായിട്ടുള്ള ട്രെയിനിങ് നടത്തിയിട്ടുള്ള ക്ലാസ്സുകളുടെ റിപ്പോർട്ടുകൾ വായിക്കുമ്പോൾ നമുക്ക് ആ ടീച്ചർ എൻ്റെ മോള് വന്നിട്ട് എന്നോട് പറയും, ആ ടീച്ചർ മര്യാദയ്ക്ക് സാരിയൊന്നും ഉടുക്കില്ല. ചെറിയ മോളാണ് പറയുന്നത്. അപ്പം എന്തുമാത്രമാണ് കുട്ടികൾ, കാരണം അവരിന്ന് പണ്ടത്തെ പോലെയല്ല. ദേ ആർ എക്സ്പോസ്ഡ് ടു മെനി തിങ്സ്. അവർ ടി വി കാണുന്നുണ്ട്. അവർക്ക് എന്നെക്കാൾ നന്നായിട്ട് ഒരു ആൻഡ്രോയിഡ് ഫോൺ ഈ 6 വയസ്സുകാർക്ക് ഉപയോഗിക്കാൻ അറിയാം. സോഷ്യൽ മീഡിയാസുമായിട്ട് അവർക്ക് ലിങ്ക് ഉണ്ട്. അവൾ മലയാളം ഇംഗ്ലീഷിൽ എഴുതി പോസ്റ്റ് ചെയ്തു. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ കൊടുക്കും. അതിന് സോഷ്യൽ മീഡിയാസിന് ഒരുപാട് ദോഷങ്ങളുണ്ട്. അത് വേറൊരു അവരുടെ വിചാരം ഒരു 40,000 ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഐ എം റിച്ച് വിത്ത് 40,000 ഫ്രണ്ട്സ്. ഈ ഫ്രണ്ട്സിന് രൂപമുണ്ടോ ഭാവമുണ്ടോ ആണാണോ പെണ്ണാണോ ഏത് നാട്ടിൽ അങ്ങനെ ഒരാൾ എക്സിസ്റ്റൻസിൽ തന്നെ ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. എന്നാലും അവർ വിചാരിക്കുന്നു അതാണ് ഏറ്റവും വലിയ കാര്യങ്ങൾ. പിന്നെ അവരുടെ ഈ സോഷ്യൽ മീഡിയാസ് അവർ ഉപയോഗിക്കുന്നത് പിന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെയാണ്. നീ എന്ത് ചെയ്തു, നീ അവിടെ പോയത്, ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് സ്റ്റോറി. അപ്പം ഇങ്ങനത്തെ ഇത്രയും ഗുരുതരമായിട്ടുള്ള സിറ്റുവേഷൻസ് നിലനിൽക്കുമ്പോൾ ടീച്ചേഴ്സ് കുട്ടികളുടെ മുന്നിൽ പോയിട്ട് എങ്ങനെ പ്രസന്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു വലിയ ഘടകമാണ്. ഇത് കഴിഞ്ഞ രണ്ടാമത് പിന്നെ വരുന്ന പ്രധാനപ്പെട്ട ഘടകം കരിക്കുലം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വരുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ബെഞ്ചും ഡെസ്കും. കുട്ടികൾ ഇത് ഇഷ്ടപ്പെടുന്നില്ല. എത്രയോ സ്കൂളുകളിൽ കുട്ടികൾ പറയുന്നു പണ്ടത്തെ ബെഞ്ചും ഡെസ്കുമായി ഇരിക്കുന്നത്. കാലം മാറി അപ്ഡേഷനാണ്. ഇന്നിപ്പം ഇന്റർനാഷണൽ ലെവലിൽ കുട്ടികൾ നല്ലൊരു ഇംഗ്ലീഷ് മൂവി കാണുമ്പോൾ അവർ സ്മാർട്ട് ക്ലാസ് റൂംസിൽ ഇരുന്നിട്ട് പഠിക്കുന്ന കുട്ടികളെയാണ് കാണുന്നത്. നമ്മൾ അത്രയും ആയിട്ടില്ലെങ്കിലും നല്ലൊരു ഡെസ്ക് ബെഞ്ചും നല്ലൊരു ചെയറും ഡെസ്കും അതും അടയ്ക്കുകയും തുറക്കുകയും ചെയ്യും. ജാപ്പനീസ് ടോട്ടോച്ചാൻ്റെ കഥയിൽ അന്ന് കാലത്ത് തന്നെ തുറക്കുക അടയ്ക്കുകയും ചെയ്യാവുന്ന ടേബിള്, വൈകുന്നേരം സ്കൂളിലേക്ക് പോകുമ്പം പുസ്തകങ്ങളും റബ്ബർ പെൻസിലും കാര്യങ്ങളെല്ലാം അതിനകത്ത് വെച്ച് കൂട്ടുകയും ചെയ്തിട്ട് ഡയറി മാത്രം കയ്യിൽ കൊണ്ട് പോകുന്ന സിറ്റുവേഷൻ അന്ന് ജപ്പാനിലുണ്ടായി. വർഷങ്ങൾക്ക് മുമ്പുള്ള ടോട്ടോച്ചാനിലെ നരേഷനാണ് ഞാൻ പറയുന്നത്. ഈ കാലത്ത് ഇന്നും കുട്ടികൾ ആ കുട്ടിയെക്കാളും വെയിറ്റുള്ള ബാഗ് നോക്കിയിട്ട് പോവുകയും വരികയും ചെയ്യും. ചില സ്കൂളുകളൊക്കെ ചില നടപടികളൊക്കെ എടുത്തിട്ടുണ്ട്. ഹോംവർക്ക് സ്കൂളിൽ തന്നെ ചെയ്യാം, പുസ്തകം ഇവിടെ ലീവ് ചെയ്ത് പോകാമെന്നൊക്കെ. പക്ഷെ അത് എല്ലായിടത്തേക്കും പകർന്നില്ല. അപ്പം ഇൻസ്റ്റിറ്റ്യൂഷൻ കുട്ടികൾക്ക് ഒരുക്കുന്ന സൗകര്യങ്ങൾ എന്താണ്, അത് വളരെ പ്രധാനപ്പെട്ട. അത് കരിക്കുലത്തിന് അവിടെ നിന്ന് കുട്ടികൾ തിരിച്ചറിയുകയാണ്. ഇന്ന ഫെസിലിറ്റീസ് നമുക്കുണ്ട്, ഇന്ന സൗകര്യങ്ങൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ നമുക്ക് കിട്ടാനുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടുന്ന ചില മെസ്സേജസ് ആണെന്ന് അവരറിയാം. അത് കരിക്കുലം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പിന്നെ അവിടെ കിട്ടുന്ന മറ്റ് സൗകര്യങ്ങൾ, ലബോറട്ടറി, ലാബ്, ലൈബ്രറി, ഇങ്ങനത്തെ അതുപോലെ ബുക്സ് ഫെസിലിറ്റീസ്, പുസ്തകങ്ങൾ എന്തൊക്കെ തരത്തിലുള്ള വൈവിധ്യങ്ങളാണ് അവിടെ കിട്ടുന്നത്. പ്ലേ ഗ്രൗണ്ട്, പാർക്ക്, മറ്റ് സൗകര്യങ്ങൾ, ഫെസിലിറ്റീസ്, ഇതൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ, ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ. ഇതിൻ്റെ അപ്പുറത്ത് മാനേജ്മെൻറ്റിൻ്റെ കുട്ടികളോടുള്ള അപ്രോച്ച്. മാനേജ്മെൻറ്റ് കുട്ടികളുമായിട്ട് നേരിട്ട് എപ്പോഴെങ്കിലും വരാറുണ്ടോ? ഇല്ല. നമ്മളെ സംബന്ധിച്ച് ഒരു പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ മാനേജ്മെൻറ്റ് കുട്ടികൾ എന്താ ബന്ധം? അവരൊരുക്കി കൊടുക്കുന്നത് അത് പ്രിൻസിപ്പളോ ടീച്ചേഴ്സോ പറയുന്ന അല്ലെങ്കിൽ PTA റേസ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് മാനേജ്മെൻറ്റ് ജോലി. പക്ഷെ അതിനപ്പുറത്ത് മാനേജ്മെൻറ്റുകൾ കുട്ടികളുമായിട്ട് ഡയറക്റ്റ് ലിങ്കിൽ വരുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ ഈ കാണുന്ന ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുന്നത്, ആനുവൽ ഡേ പ്രോഗ്രാംസ്. അതുപോലെ എന്തെങ്കിലും തരത്തിൽ സ്കൂളുകൾ അപ്പാർട്ട് ഫ്രം ക്ലാസ് റൂം ടീച്ചിങ് അവർ സ്കൂളുകളിൽ ഓർഗനൈസ് ചെയ്യുന്ന മറ്റ് ഗ്യാതറിങ്സ്, അത് വലിയ ഒരു മെസ്സേജ് കൊടുക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാം വിദ്യാഭ്യാസ മേഖലയിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഡെവലപ്മെൻറ്റിൽ വ്യത്യസ്തമാകുന്നത്. ഇതുപോലത്തെ ഗ്യാതറിങ്, ഈ ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ ഒരുപാട് മെസ്സേജസ് നമുക്ക് പകരാനുണ്ട്. വീട്ടിൽ നിന്ന് പുറത്തു വന്ന് ഇവിടെ കൂടി ഇരിക്കുമ്പോൾ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്നവരുമായിട്ട് ഒരുപാട് മെസ്സേജസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ ഒരു പൾസ് കാണാൻ പറ്റും. ഒരു പ്രസംഗം നടക്കുമ്പോൾ അതിൻ്റെ റിയാക്ഷൻ കണ്ടാൽ നമുക്കറിയാം എന്ത് ട്രാൻസാക്ഷനാണ് ഇവിടെ നടന്നത്. ഒരുപാട് സൈക്കോളജിക്കൽ കമ്മ്യൂണിക്കേഷൻ ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നടക്കുന്നുണ്ട്. വിദ്യാർത്ഥികളിൽ നിന്നും പൊതുജനങ്ങളും
അതുപോലെ അധ്യാപകരും ഓർഗനൈസേഴ്സും തമ്മിലുള്ള ഒരു സൈക്കോളജിക്കൽ ലിങ്ക്, ഇതൊക്കെ ഒരുപാട് മെസ്സേജസ് കൊടുക്കുന്നു. ഈ രീതി ഇതിൻ്റെ ഒക്കെ അപ്പുറത്തുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് കരിക്കുലത്തിൽ പിയർ ഗ്രൂപ്പ് ലേണിംഗ്. കുട്ടികൾ തമ്മിലുള്ള അവരുടെ എന്താണ് അവരുടെ പ്ലസ് പോയിന്റ്സ്, എന്താണ് അവരുടെ നെഗറ്റീവ്സ്, ഇതൊന്നും ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ കൊത്താരി കമ്മീഷൻ റിപ്പോർട്ട് പറഞ്ഞത് ദ ഡെസ്റ്റിനി ഓഫ് ഇന്ത്യ ലൈസ് ഇൻ ഹെർ ക്ലാസ് റൂമാണ്. ഈ ക്ലാസ് റൂമിൽ മാക്സിമം പാർട്ടിസിപ്പേഷൻ, എല്ലാവർക്കും അതിലേക്കുള്ള ആക്സസ്, ഇക്വിറ്റി, എക്സലൻസ്, ഈ ഘടകങ്ങൾ എല്ലാവർക്കും ആക്സസ് ഉണ്ടാവണം. എല്ലാവരെയും ഒരുപോലെ കാണണം, എല്ലാവരും ഒരുപോലെ ഉയർന്ന് ഡെവലപ്ഡായിട്ട് വരണം. ഈ ചിന്തകൾ ക്ലാസ് റൂമിനകത്ത് വരണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ, കരിക്കുലത്തിൻ്റെ ഈ ഡിഫറെൻറ്റ് ഘടകങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂഷൻ, ടീച്ചേഴ്സ് ക്വാളിറ്റി, പിയർ ഗ്രൂപ്പ് ലേണിംഗ്, മാനേജ്മെൻറ്റിൻ്റെയും അതുപോലെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെയൊക്കെ എല്ലാം കൂടി ഒത്തൊരുമയാണ്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ BA കമ്മ്യൂണിക്കേഷൻ ജേർണലിസം കഴിഞ്ഞ ഒരു കുട്ടി പോയിട്ട് പ്രൈം ടൈം ന്യൂസിൽ അച്ഛനും അമ്മയും മക്കളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റാത്ത ചില പോസ്റ്റേഴ്സ് ഇട്ടുവരും. അവർക്ക് എന്താ ബിസിനസ്സാണ്, ബിസിനസ് ആവശ്യമാണ്. എഡ്യൂക്കേഷൻ ജോലിക്ക് വേണ്ടിയാണോ? ഒരു ക്വസ്റ്റ്യൻ റേസ് ചെയ്യാൻ നമുക്ക്. ജോലിക്ക് വേണ്ടി അല്ലേ? അല്ല, അല്ലെങ്കിൽ അല്ല, വോട്ടെവർ. പക്ഷെ വിദ്യാഭ്യാസം ജോലിക്ക് വേണ്ടി മാത്രമല്ല. ചില വാല്യൂസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട്, ചില പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, സൊസൈറ്റിയിൽ ചില കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതെല്ലാവരുടെയും ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ചും റൈറ്റ് ടു എഡ്യൂക്കേഷൻ പ്രകാരം 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ആ ഉത്തരവാദിത്വം ഉറപ്പാക്കേണ്ടത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എല്ലാവരും അതിൽ വരും. അതിൻ്റെ അപ്പുറത്ത് പേരൻസ് വരും. പേരൻസ് ഇപ്പോൾ പണ്ട് കുട്ടികളെ ഞാനവരെ പഠിപ്പിച്ചെന്ന് പറയും. ഞങ്ങളുടെ മലബാറിൽ പറയാറുള്ളതാണ്, ഞാനവരെ പഠിപ്പിച്ചിട്ടുണ്ട്. പഠിപ്പിക്കൽ നിങ്ങളുടെ ഔദാര്യമല്ല. നിങ്ങളുടെ കുട്ടികളെ 5 വയസ്സിൽ സ്കൂളിൽ ചേർത്തില്ലെങ്കിൽ 15 വയസ്സ് വരെ അവൻ ഡ്രോപ്പ് ഔട്ട് ആവാതെ അവനെ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾ വലിയ ശിക്ഷ അറിയിക്കുന്ന തെറ്റ് ചെയ്യുന്നു എന്നാണ് ഇന്നത്തെ നിയമം പറയുന്നത്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് അതാണ് പറയുന്നത്. 15 വയസ്സ് വരെ നിർബന്ധമായിട്ടുള്ള ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. അപ്പോൾ ഇനി നോ മോർ അതൊരു. അപ്പം അങ്ങനെ വരുമ്പോൾ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷന് അവർ പണ്ട് ഒരു സൊസൈറ്റൽ കോസിന് വേണ്ടി, സൊസൈറ്റിയിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി തുടങ്ങി വെച്ച ഒരു സംഭാവന, ഒരു സംഘടന ഇന്ന് ചെയ്യുന്നത് അവരുടെ നിർബന്ധിതമായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറുകയാണ്. അങ്ങനെ വരുമ്പോൾ ഒന്നുകൂടി അവരുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങളും കർത്തവ്യങ്ങളും ഒന്നുകൂടി അധികരിക്കും. അത് തിരിച്ചറിയാനാണ് നമ്മൾ ഈ കരിക്കുലത്തിൻ്റെ പ്രത്യേകതകൾ. നമ്മൾ സംഘടന പ്രവർത്തിക്കുമ്പം ആ സംഘടന കൊണ്ടുപോകുന്നത് നിങ്ങളുടെ ടീച്ചേഴ്സ് നല്ലതാണ്, നിങ്ങളുടെ സ്ഥാപനം നല്ലതാണ്, നിങ്ങളുടെ സ്കൂളിൽ വന്നിരിക്കുന്ന കുട്ടികളെല്ലാം അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അവർ എത്ര യാത്ര ചെയ്തിട്ടാണ് വരുന്നത്. ഫുഡ് സെക്യൂരിറ്റി ബില്ല് ആക്ട് പറയുന്നു അഡിക്വേറ്റ് ഭക്ഷണം അവർക്ക് കൊടുക്കണം. അത് കിട്ടുന്നുണ്ടോ? എത്ര ദൂരം യാത്ര ചെയ്ത് വരുന്ന കുട്ടികൾ എത്ര റെഗുലർ ഇന്റർവെൽസിനാണ് ഭക്ഷണം കഴിച്ചിരിക്കുന്നതെന്ന് ഒരു കണക്കെടുക്കാൻ പറയണം സാധാരണ സ്കൂളുകളിൽ. മാത്രമല്ല എല്ലാത്തിനും അപ്പുറത്ത് സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന വൈവിധ്യങ്ങൾ, ഇത് പറയാൻ മറ്റു വേദികളില്ലാത്തതുകൊണ്ട് പറയുകയാണ്. ഇന്നത്തെ കാലത്ത്, ഞാനൊന്നും പഠിക്കുന്ന കാലത്ത് കമ്മ്യൂണിറ്റി എന്നൊരു സംഗതി ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. കമ്മ്യൂണിറ്റി പറഞ്ഞ ആളുകളെ തരംതിരിക്കാറില്ലായിരുന്നു. ഇന്നിപ്പം ഞാൻ ചില സമയത്ത് എൻ്റെ ഓഫീസിലിരുന്ന് വളരെയധികം ഷോർട്ട് ആവാറുണ്ട്. നമ്മളടുത്ത് മാത്രമേ പറയാം, മലപ്പുറത്ത് നിന്ന് വന്ന കുട്ടികൾ നിൽക്കേണ്ട ടീച്ചറെ, മലപ്പുറം ഞാൻ എന്താ പ്രശ്നം, എനിക്ക് തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന, ഇടുക്കി, പത്തനംതിട്ട, വയനാട്ടിൽ നിന്ന് വരുന്ന കുട്ടികളിൽ നിന്ന് അപ്പുറത്ത് പ്രത്യേകത എന്താ ഉള്ളത് മലപ്പുറത്ത് നിന്ന് വരുന്നത് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ കാര്യം നടക്കാനാണ് പറയുന്നത്, നിങ്ങൾ വയനാട്ടിൽ വരുന്ന കുട്ടികളെ പറയൂ. കാരണം അവർ ട്രെയിനിൽ യാത്ര ചെയ്ത്, പിന്നെ ബസ്സിൽ യാത്ര ചെയ്ത്, ഓട്ടോറിക്ഷ വിളിച്ച് നടന്നിട്ട് വേണം അവരുടെ വീടെത്താൻ. റിമോട്ടസ്റ്റ് ഏരിയയിൽ വരും. അവരെ പറഞ്ഞാൽ പിന്നെ ഞാനൊന്ന് ആലോചിക്കും, മലപ്പുറം എന്താ 5-6 മണിക്കൂർ കൊണ്ട് ട്രെയിൻ കയറി ഇവിടെ വന്ന് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ആളുകൾ എങ്ങനെയാണ് കാര്യങ്ങളാണ്. ചില ആളുകൾ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പറയും, അവരുടെ പേര് ഒരു മുസ്ലിം നെയ്മെന്ന് പറയുന്നു. അതാണ് ഞങ്ങളുടെ വീട് മദ്രസേൻ്റെ അടുത്താണ്. ഇതൊക്കെ കൊണ്ട് എന്നെ സ്വാധീനിക്കാൻ കഴിയുമോ? അവർ വല്ലാണ്ട് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ദിസ് ഇസ് എ സെക്യുലർ നേഷൻ. അത് തിരിച്ചറിയാൻ വിദ്യാഭ്യാസം കൊണ്ട് സാധിക്കുന്നില്ല. മനസ്സാണ് വളരെ പ്രധാനപ്പെട്ട്. നമ്മൾ എത്ര പഠിച്ചാലും 132 കുട്ടികളെ പേഷ്വാറിൽ ഇല്ലാതാക്കിയിരിക്കുകയാണ്. ഒരു കുട്ടി എന്ന് പറയുന്നത് ഒരു സ്വപ്നമാണ്, ഒരു ചരിത്രമാണ്. ഒരു നാടിനെ കുറിച്ച് അറിയാൻ അവിടുത്തെ പ്രധാനപ്പെട്ട 10 ആളുകളുടെ ജീവചരിത്രം പറയുമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഒരു നാടിനെ കുറിച്ച് ആളുകൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളത്. 132 ചരിത്രങ്ങളെല്ലാം ഇല്ലാണ്ടാക്കിയത്. അവർ വിദ്യാഭ്യാസം ഇല്ലാത്തവരായിരുന്നു. അന്വേഷിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസം ഉള്ളതും ഇല്ലാത്തതും അല്ല ഇവിടുത്തെ പ്രശ്നം.
ആ വിദ്യാഭ്യാസം പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? BA-ക്ക് നമ്മൾ സിലബസ് ഉണ്ടാക്കുന്നു, BCom-ന് ഉണ്ടാക്കുന്നു, BSc-ക്ക് ഉണ്ടാക്കുന്നു. ഈ BCom കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരു കുട്ടി എന്തായിരിക്കണം എന്ന് ആരാ പറയുന്നത്? ഡിഫൈൻ ചെയ്യും. ഞാൻ എന്നെ തന്നെയാണ് പറയുന്നത്. അത് ഡിഫൈൻ ചെയ്യാൻ നമ്മൾക്ക് എഡ്യൂക്കേഷൻ ഇവിടെ ഇരിക്കുന്ന അധ്യാപകരുണ്ടാവും, പ്രധാനപ്പെട്ട സോഷ്യൽ റിഫോമേഴ്സിനകത്തുണ്ടാവും, വളരെ പ്രബുദ്ധരായിട്ടുള്ള ചിന്തിക്കുന്ന സാഹിത്യകാരന്മാരുണ്ടാവാം. നമ്മൾ ആലോചിക്കണം, ഒരു സംഗതി ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് ദാറ്റ് യു ആർ എക്സ്പെക്ടിങ് ഫ്രം ദിസ്? ഈ മെസ്സേജ് മനസ്സിലാക്കുന്നതിൽ ഏറ്റവും പ്രധാനം. വിദ്യാഭ്യാസം നേടുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു നല്ല സൊസൈറ്റിയെ വാർത്തെടുക്കാണ്. ഡെൽസർ റിപ്പോർട്ട് പറഞ്ഞു, എഡ്യൂക്കേഷൻ്റെ 4 പില്ലേഴ്സിൽ ഒന്ന് ലേണിംഗ് ടു നോ, അറിയുക, ലേണിംഗ് ടു ഡു, ചെയ്യുക, ആക്ടിവിറ്റി, പിന്നെ ലേണിംഗ് ടു ലിവ് ടുഗെദർ ആൻഡ് ലേണിംഗ് ടു ബി. കൂട്ടമായി ജീവിക്കാൻ അറിയില്ല. ഒരു ബെഞ്ചിനും ഡെസ്കിനും അപ്പുറത്തപ്പുറത്ത് ഇതിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പ്രശ്നങ്ങൾ തീർക്കാൻ ഇന്നത്തെ ഏത് തലമുറയ്ക്കും അറിയുന്നില്ല. കുട്ടികൾക്കും ഇല്ല, യൂത്തിനും ഇല്ല, വലിയ ആളുകൾക്കും ഇല്ല. അതിനൊന്നുമുള്ള സമയമില്ല, മാനസിക അവസ്ഥയും ഉണ്ടാക്കിയെടുക്കുന്നില്ല. കോൺവെർസേഷൻ ഇല്ല, കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഒരു ടീച്ചർ ഒരു കുട്ടിയെ വിളിച്ചൊരു ആക്ടിവിറ്റി കൊടുത്താൽ അവനത് ചെയ്തു കൊടുക്കും. 4 കുട്ടികളെ വിളിച്ചൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റി കൊടുത്താൽ പ്രശ്നങ്ങൾ 40. ഇവനെ അതിലേക്ക് മാറ്റും. അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ നിന്നുള്ള ഒരാളെ എനിക്ക് തരും, ഞങ്ങൾക്ക് 4 ദിവസം പോരാ 5 ദിവസം വേണം. അങ്ങനെ ബാലിശമായിട്ടുള്ള മീഗർ എക്സ്ക്യൂസസ് പറഞ്ഞ് ഗ്രൂപ്പ് ആക്ടിവിറ്റീൻ്റെ എസെൻസ് ഇല്ലാണ്ടാക്കുന്നു. ദർ ആർ ലോട്ട് ഓഫ് മിസ്സിംഗ് ലിങ്ക്സ്. ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾക്ക് ആവുന്നില്ല. എഡ്യൂക്കേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഭരണഘടന പറഞ്ഞിട്ടുള്ള വാല്യൂസിലെ പ്രധാനപ്പെട്ടത് സൊസൈറ്റിയിൽ എങ്ങനെ ജീവിക്കണം, സെക്യുലർ കൺസെപ്റ്റ് എങ്ങനെ ഇമ്പാർട്ട് ചെയ്യണം, കുറി തൊട്ടത് കണ്ടിട്ടോ, ഭക്ഷണം കൊണ്ടത് കണ്ടിട്ടോ, സംസാരത്തിന്റെ ശൈലി കണ്ടിട്ടോ, നീ ഇന്ന ആളുടെ മകനല്ലേ, നീ ഇന്ന സ്ഥലത്ത് വരുന്നു, റിലീജിയൻ, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് വെച്ചിട്ട് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഭരണഘടനയുടെ മൗലിക അവകാശം, മൗലിക തത്വങ്ങൾ ഇല്ലാണ്ടാക്കുന്ന ഒരു വിദ്യാഭ്യാസ ജനസംഘം. ഇതെവിടെ പറയുന്നുള്ളത്? ഇതെങ്ങനെയാണ് ടീച്ചേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക? ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ക്രൈസിസ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ലൊരു സൊസൈറ്റിയാണ്, വിദ്യാഭ്യാസം ജോലിക്ക് വേണ്ടി തന്നെ, പക്ഷെ നല്ലൊരു ജീവിതത്തിന് വേണ്ടി കൂടിയാണ്. ഇന്നിപ്പം വിദ്യാഭ്യാസം കൊണ്ട് എത്ര വലിയ ക്വാളിഫിക്കേഷൻ ഉള്ളവരും സ്കിൽഡ് ലേബറേഴ്സിനെ പ്രിഫർ ചെയ്യുന്നത് പുറം രാജ്യങ്ങളിലെല്ലാം. ഇവിടെ പ്ലംബിംഗ് ജോലി ചെയ്യാനോ, ഇവിടെ കാർഷിക ജോലി ചെയ്യാനോ, അല്ലെങ്കിൽ അതുപോലത്തെ പ്രൊഫഷണൽ സ്കിൽസ് ആവശ്യമുള്ള ജോലികൾ ചെയ്യാൻ ആളുകൾക്ക് വയ്യ. ഇതേ മലയാളികൾ പുറത്തു പോയി കഴിഞ്ഞാൽ ലോകത്തിലേക്ക് എനിക്ക് എന്ത് ജോലിയും ചെയ്യും. പക്ഷെ അവിടെയുള്ള ആളുകൾ, പുറത്തുള്ള ആളുകൾ സ്കിൽഡ് ജോബിനെ പ്രിഫർ ചെയ്യുന്നു. സ്കിൽഡ് അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ, ഫാം, പ്ലാന്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ വലിയ മികവാണ് കാണുന്നത് പുറം രാജ്യങ്ങൾ, വെസ്റ്റേൺ കൺട്രീസിൽ. അതൊന്നും ഇവിടെ ചെയ്യാൻ ഇവിടെ സാധ്യതകളേറെയാണ്. ഇവിടെ നമ്മൾ എവിടെ തിരിഞ്ഞു കഴിഞ്ഞാലും നമ്മളുടേതല്ലാത്ത ആളുകളെയാണ് ഇങ്ങനത്തെ ജോലികളിൽ കാണുന്നത്. എന്നിട്ട് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കരയുകയും ചെയ്യുന്നു. അപ്പം എഡ്യൂക്കേഷൻ്റെ ഉദ്ദേശം ബേസിക്കലി സൊസൈറ്റിയിൽ ഒരു നല്ല കൂട്ടായ്മ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കുക. കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ്, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും തനതായ മൂല്യങ്ങൾ, ഒരു മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. പാർട്ടിസിപ്പേറ്ററി ആക്കുക, ഡെമോക്രാറ്റിക് ആക്കുക. കുട്ടികളെ സ്കൂളിൽ അയച്ചു കഴിഞ്ഞാൽ അതിനോട് ഉത്തരവാദിത്തം തീർന്നു എന്ന് വിചാരിക്കാതിരിക്കുക. 18 വയസ്സ് കഴിഞ്ഞ കുട്ടികളെ ഇന്ന് പേരൻസ് തൊടുന്നു പോലും ഇല്ലെന്ന് പറയുന്നു. ഹ്യൂമൻ ടച്ച് ഇല്ലെന്ന് അതിനെ മറന്നു പോകുന്നു. അല്ലെങ്കിൽ കുട്ടികൾക്ക് നേരമില്ല, പേരൻസിന് നേരമില്ല. ചെറിയ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് കേൾക്കാൻ, അവർ സ്കൂളിലെ കാര്യങ്ങൾ നമ്മളോട് പറയുമ്പോൾ കുറച്ചായിട്ട് നമ്മൾ കേൾക്കുന്നത് ഒഴിവായി പോയാൽ പതിയെ അവർ പറയുന്നത് നിൽക്കുന്നു. അതിനോട് നമ്മൾ തമ്മിൽ അകൽച്ചയുണ്ട്. നമ്മൾ വിശക്കുന്ന നേരത്തെ ഭക്ഷണം കൊടുക്കലല്ല മക്കളെ വളർത്തി. അവർ പഠിക്കുന്നത് പ്രോപ്പറായിട്ടാണോ, അവർ പഠിക്കുന്നത് സൊസൈറ്റിക്ക് എഗൻസ്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ, സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാന്നുള്ളതിനപ്പുറത്ത് ആൻറ്റി സോഷ്യൽ എലമെൻ്റായിട്ട് വളരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. ഇങ്ങനെ വരുമ്പോൾ സാമൂഹ്യനീതി തനിയെ ഉറപ്പായിട്ട് വരും. അതിലേക്കുള്ള കാൽവെപ്പുകളാണ് നമ്മൾ തുടങ്ങി വെക്കേണ്ടത്. ഇതുപോലത്തെ കൂട്ടായ്മകളുണ്ട്. ഇത്രയും വലിയൊരു കോസിന് വേണ്ടി നിലകൊള്ളുന്ന ഇതുപോലത്തെ ട്രസ്റ്റുകൾ ഇങ്ങനത്തെ സൗകര്യങ്ങൾ ഒരുക്കി തരുമ്പോൾ അതിൻ്റെ എല്ലാ അർത്ഥത്തിലുള്ള ഗുണമേന്മകൾ നമ്മൾ സ്വായത്തമാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തണം. വിദ്യാഭ്യാസം നന്മയിലേക്ക് വേണ്ടിയാവണം. ഒരുപാട് ക്രൈസിസ് ഇന്നത്തെ വിദ്യാഭ്യാസത്തിലുണ്ട്. പക്ഷെ അതിൻ്റെ അർത്ഥം വിദ്യാഭ്യാസം കൊണ്ട്
നമ്മൾ സൊസൈറ്റിക്ക് അൺഫിറ്റായി പോകണമെന്നല്ല, സൊസൈറ്റി ഇൻക്ലൂസീവായിട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്താൻ ആവട്ടെ. ഇതുപോലത്തെ ഒരു കൂട്ടായ്മ കൊണ്ട് ഒറ്റയടിക്ക് നമ്മളെല്ലാം നന്നാക്കി എടുക്കാമെന്നല്ല, പക്ഷേ ക്രമേണ നമ്മളറിയുന്ന കാര്യങ്ങൾ ഡിസെമിനേറ്റ് ചെയ്യുക. ലെറ്റ് ദ മെസ്സേജ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് പെർക്കുലേറ്റ് ഡീപ് ഡൗൺ ടു ദ ഹാർട്ട് ഓഫ് ദ സൊസൈറ്റി. എന്നാൽ കുറേ വ്യത്യാസങ്ങളുണ്ടാവും. നിങ്ങൾക്ക് ഈ പരിപാടിയിൽ വന്ന് നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആലപ്പുഴയിൽ 1-2 തവണ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് പ്രകൃതി മനോഹരമായ സ്ഥലമാണ്. പകലാണെങ്കിൽ കുറേ കൂടി വഴി വെള്ളം കാണുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ്. കണ്ട് വരാമായിരുന്നു. രാത്രി ആയതുകൊണ്ട് സ്ഥലങ്ങളൊന്നും കണ്ടില്ല. പക്ഷേ ഈ വീക്കെൻഡിൽ നിന്നിട്ടും ഒരുപാട് തിരക്കുകളുണ്ടായിട്ടും വരാൻ വിചാരിച്ചത് ആലപ്പുഴയിലെ നിങ്ങളെയൊക്കെ കാണണമെന്ന് കരുതി തന്നെയാണ്. എഡ്യൂക്കേഷൻ്റെ കോസിന് വേണ്ടി ഇനിയും ഈ സംഘടനയും നിങ്ങളുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഞങ്ങളുടെ അടുത്ത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്നും കൂടെയുണ്ട്. MG യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസത്തിൻ്റെ കൂടെയാണ്. എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവും. ഈ പരിപാടി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇവിടെ എത്താമെന്നേറ്റ വിശ്വനാഥ് MLAക്ക് വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഒരു രാഷ്ട്രത്തിന്റെ ശ്രേയസ്, ഒരു ക്ഷേമരാഷ്ട്രമെന്ന സങ്കല്പം ലോകത്ത് സമാധാനത്തോടെ വളരെയേറെ കാര്യപ്രസക്തമായ രീതിയിൽ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിയ ആലപ്പുഴ ലജ്നത്തുൽ മുഹമ്മദിയയുടെ പരിധിയിലുള്ള മഹല്ലുകളിൽ നിന്നുള്ള വിശിഷ്യ ആലപ്പുഴ പട്ടണത്തിൽ നിന്നുള്ള നിരവധി വ്യക്തിത്വങ്ങളും വിവിധ തുറകളിൽ നിന്നുള്ള ആളുകളും വളരെയേറെ പ്രാധാന്യത്തോടുകൂടെ ഈ സെമിനാറിനെ വീക്ഷിക്കുകയുണ്ടായി. 3 ദിനങ്ങളിലായി ഇവിടെ നടക്കുന്ന പ്രൗഢോജ്വലമായ ഈ ശതാബ്ദി ആഘോഷങ്ങളിൽ ഭാഗവക്കാകുവാനും അതിനെ ശ്രമിക്കുവാനുമൊക്കെ ലഭിച്ച ഭാഗ്യത്തെ ജീവിതത്തിലെ ഒരു വലിയ സംഭവമായി കാണുകയും അതിന് സർവേശ്വരനായ അള്ളാഹുവിന് സ്തുതി പറയുകയും ചെയ്യുകയാണ്. ഈ മഹത്തായ സമ്മേളനത്തിലെ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിയ വിശിഷ്ടാതിഥികൾ, ലജ്നത്തുൽ മുഹമ്മദിയയുടെ ഔദ്യോഗിക ഭാരവാഹികൾ, സെൻട്രൽ കൗൺസിൽ അംഗങ്ങൾ, വിവിധ സബ് കമ്മിറ്റികളുടെ ഭാരവാഹികൾ, അംഗങ്ങൾ, വിശിഷ്യ ഈ സദസ്സിനെ സമ്പുഷ്ടമാക്കിയിട്ടുള്ള രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, അതിലെല്ലാം ഉപരി ഏറ്റവും ബഹുമാനരായിട്ടുള്ള അധ്യാപകർ, അതുപോലെ തന്നെ സ്റ്റാഫ്, നോൺ ടീച്ചേഴ്സ്, മറ്റ് സംഘടനാ പദ്ധതികൾ, എല്ലാവർക്കും ഈ വൈകിയ വേളയിൽ പ്രദേശത്തിൻ്റെ ഭാഷയിൽ വ്യക്തിപരമായ പേരിലും ലജ്നത്തുൽ മുഹമ്മദിയയുടെ നാമധേയത്തിലും ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.